എല്ലാവർക്കും നമസ്കാരം. നമുക്കറിയാം, ആപത്ത് ഘട്ടത്തിൽ നമ്മൾ വിളിക്കുമ്പോൾ ഓടി വരുന്നവരാണ് 108 ആംബുലൻസുകാർ. 108 ആംബുലൻസ് സർക്കാർ സംവിധാനങ്ങളുടെ ഭാഗമായി പൊതുജനങ്ങൾക്ക് സൗജന്യമായി സർവീസ് നടത്തുന്ന ആംബുലൻസാണ്. നാം പലപ്പോഴും കണ്ടിട്ടുണ്ട് ഈ 108 ആംബുലൻസിലെ ഡ്രൈവർമാർ ലക്ഷ്യസ്ഥാനത്തേക്ക് രോഗിയെയും കൊണ്ട് പാഞ്ഞു പോകുന്നത്. എത്രയോ റിസ്ക് പിടിച്ചിട്ടാണ് അവർ ഇത്തരത്തിലുള്ള ഈ ജോലി ചെയ്യുന്നത്. ആംബുലൻസ് ഡ്രൈവർമാർ പൊതുവിൽ തന്നെ ജീവൻ്റെ കാവൽക്കാരാണെന്ന് പറയാം. പക്ഷേ ഇവരുടെ ജീവിതം എങ്ങനെയാണ് പോകുന്നതെന്ന് പലപ്പോഴും ആരും ചിന്തിക്കാറില്ല. പ്രത്യേകിച്ച് ഈ 108 ആംബുലൻസിലെ ജീവനക്കാർ, ഇവരോട് സർക്കാർ സംവിധാനങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് വളരെ ശോചനീയമായിട്ടുള്ള രീതിയാണ്. കാരണം മുൻപ് ഈ 108 ആംബുലൻസിലെ ഡ്രൈവർമാരും അതിലെ നഴ്സുമാരും ഉൾപ്പെടെയുള്ളവർ വലിയ രീതിയിൽ പ്രക്ഷോഭം നയിച്ചുകൊണ്ട് തൃശ്ശൂർ ടൗണിലൂടെ പ്രതിഷേധം നടത്തിയൊരു കാഴ്ച എനിക്ക് ഓർമ്മയുണ്ട്. അന്ന് ഞാൻ ആ വാർത്ത ചെയ്തിരുന്നു. എത്രത്തോളം ദുരിതപൂർണമായ ജീവിതമാണ്. 4 മാസത്തോളം ശമ്പളം കിട്ടാതെ, 1 മാസത്തെ ശമ്പളം കിട്ടിയില്ലെങ്കിൽ എന്തായിരിക്കും നമ്മുടെ സ്ഥിതി? പ്രത്യേകിച്ച് ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ 3-4 മാസത്തോളം ശമ്പളം കിട്ടാതെ തെരുവിൽ സമരവുമായിട്ട് ഈ ആംബുലൻസ് ജീവനക്കാരെ 108 ആംബുലൻസ് ജീവനക്കാരെ ഇറക്കിയതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്തം സംസ്ഥാന സർക്കാരിനാണ്. ഇപ്പോൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് വീണ്ടും ഫെബ്രുവരി മാസത്തെ ശമ്പളം 108 ആംബുലൻസ് ഡ്രൈവർമാർക്കും ജീവനക്കാർക്കും കിട്ടിയിട്ടില്ല എന്നുള്ള വിവരം അറിയാൻ സാധിച്ചു. പ്രതികരിക്കാൻ പോലും പറ്റാത്ത അവസ്ഥയിലാണ് അവർ. പ്രതികരിച്ചു കഴിഞ്ഞാൽ അവർക്കെതിരെ നിയമ നടപടികൾ സ്വീകരിക്കും. ഇത്തരത്തിലുള്ള ഒരു അവസ്ഥയിലൂടെയാണ് നാം കാണുന്ന 108 ആംബുലൻസിലെ ഡ്രൈവർമാരും നഴ്സുമാരും ഉൾപ്പെടുന്ന ജീവനക്കാർ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ മാർച്ച് അവസാനിക്കാറായി ഇനി നിസ്സാര ദിവസങ്ങളേ ഉള്ളൂ. ഈ മാസത്തെയും ശമ്പളം കിട്ടുമോ എന്ന് യാതൊരു ഉറപ്പുമില്ല. എങ്ങനെയാണ് ഇവരുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോവുക? എല്ലാം ശരിയാക്കുമെന്ന് പറയുന്ന രീതിയിൽ ഈ പ്രത്യയശാസ്ത്രപരമായ സംവിധാനങ്ങളും ഉൾപ്പെടുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷെ ഒന്ന് ഞാൻ പറയാം, ജീവൻ്റെ കാവൽക്കാരായിട്ടുള്ള, ജീവനെ സംരക്ഷിക്കുന്ന ഈ ജീവനക്കാരെയെങ്കിലും, ഇവരുടെ വിലാപമെങ്കിലും സംസ്ഥാന സർക്കാരിൻ്റെ മേൽ വീഴാതിരിക്കാൻ പരിശ്രമിക്കണമായിരുന്നു ഇതിലെ വകുപ്പുകൾ, പ്രത്യേകിച്ച് ആരോഗ്യവകുപ്പ്. വളരെ ദുരിതപൂർണമായ ജീവിതത്തിലൂടെയാണ് 108 ആംബുലൻസിലെ ഡ്രൈവർമാരും ജീവനക്കാരും പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ അവർ ഒരു സമരത്തിൽ തന്നെയാണ്. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഹോസ്പിറ്റലിൽ നിന്നും അവർ കേസെടുക്കുന്നില്ല. അതിദയനീയമായ സ്ഥിതി തുടരുന്ന ഈ 108 ആംബുലൻസ് ഡ്രൈവർമാരുടെ ഈ അവസ്ഥ പരിഹരിക്കണമെന്ന് ആവശ്യപ്പെടുകയാണ്. നിങ്ങൾ കണ്ണ് തുറക്കണമെന്ന് തന്നെയാണ് പറയുന്നത് അധികാര സംവിധാനങ്ങളോട്. കാരണം ഇത് നമ്മുടെ ആരോഗ്യ മേഖലയെ താങ്ങി നിർത്തുന്ന പ്രധാനപ്പെട്ട സംവിധാനമാണ്. അതുകൊണ്ട് തന്നെ ഈ 108 ആംബുലൻസ് ജീവനക്കാരുടെ കണ്ണീരൊപ്പാൻ സർക്കാർ ഇടപെടണം, മറ്റ് സംഘടനകൾ ഇടപെടണം, രാഷ്ട്രീയ സംവിധാനങ്ങൾ ഇടപെടണമെന്ന് മാത്രമാണ് പറയാനുള്ളത്. പെരുവഴിയിലായിക്കൊണ്ടിരിക്കുകയാണ്, വയറ്റത്തടിക്കുകയാണ് അവരുടെ മക്കൾ, അവരടങ്ങുന്ന കുടുംബം. ഓരോ ദിവസത്തെ ജീവിതവും ദുസ്സഹമായിക്കൊണ്ടിരിക്കുമ്പോൾ ഈ സംസ്ഥാന സർക്കാരിന് തന്നെയാണ് അവരുടെ ശാപമേൽക്കുന്നത് എന്നുകൂടി ഓർമ്മപ്പെടുത്തുകയാണ്.